Now we will see bubble sort in data structures. A bubble sort is similar to the bubbling water that moves upward. So here when it comes upward, the size will increase. So like that, when you are sorting the elements, the largest value will come upward or in a particular direction. If we have arranged in a linear fashion, if we are arranging in an increasing order, then the largest value will come at the rightmost part. So the bubble sort is similar to a bubble in water. അതായത് ഒരു ബബിൾ സോട്ട് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ബബിൾസ് താഴ്ന്ന് മേലോട്ട് പോകുന്തോറും അതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ബബിൾ സോട്ടിൽ നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അത് ഏറ്റവും മേലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ ലീനിയറായിട്ട് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ആ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അത് ഏറ്റവും റൈറ്റ് മോസ്റ്റിലേക്ക് വരും. സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൈറ്റ് മോസ്റ്റിലേക്കായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ബബിൾ സോർട്ടിൽ ഡാറ്റ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എ ബബിൾ സോർട്ട് ഈസ് എ സോർട്ടിംഗ് അൽഗോരിതം. വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് എൻ എക്സ്ചേഞ്ച് സോർട്ട്, and it is an in-place sorting method, and it's a comparison based sorting method in which each pair of adjacent elements is compared and elements are swapped if they are not in order. The first and second elements are compared and swapped if out of order. Then compare second and third and swap if out of order, and it will continue until all the elements are swapped and the largest element is moved at the highest index in the array. അതായത് ഒരു ബബിൾ സോർട്ട് എന്ന് പറയുന്നത് ഒരു സിംപ്ലസ്റ്റ് സോർട്ടിംഗ് മെത്തേഡാണ്. ഇറ്റ്സ് എ സോർട്ടിംഗ് ബൈ എക്സ്ചേഞ്ച്. വി ഹാവ് ഓൾറെഡി ടോൾഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോർട്ടിംഗ് ടെക്നിക്സ്. in comparison based sorting by exchange, sorting by insertion, sorting by selection. There are various classifications. So a bubble sort means it's a എക്സ്ചേഞ്ച് സോർട്ട്. അതായത് ഇവിടെ സോർട്ടിംഗ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻപ്ലേസ് സോർട്ടിംഗ് മെത്തേഡാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഇൻപ്ലേസ് സോർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് ആ ഒരു പെർട്ടിക്കുലർ പ്രൈമറി മെമ്മറിയിൽ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ അറേ മാത്രം യൂസ് ചെയ്തുകൊണ്ട് സോർട്ട് ചെയ്യുന്നതാണ് ഇൻപ്ലേസ് സോർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ മെമ്മറി സ്പേസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഏത് അറേയിലാണോ ആ ഡാറ്റ ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ അറേ മാത്രമേ നമ്മൾ സോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എ കമ്പാരിസൺ ബേസ്ഡ് സോർട്ടിങ്. അതായത് ഇതിൽ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു രണ്ട് അഡ്ജസൻ്റ് എലമെൻറ്റ്സ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അതിനുശേഷം അതിൽ ഏതെങ്കിലും രീതിയിൽ ഔട്ട് ഓഫ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്വാപ്പ് ചെയ്യും. അതല്ലെങ്കിൽ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സിനെ കമ്പയർ ചെയ്യും. അതിലേതാണോ വലുത്, നമുക്ക് എപ്പോഴും അതിൻ്റെ ഹയസ്റ്റ് ഇൻഡെക്സിലേക്കാണ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും ഇൻഡെക്സിലെ എലമെൻറ്റ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ വലിയ വാല്യൂ ആ ഹയസ്റ്റ് വാല്യൂ ഹയസ്റ്റ് ഇൻഡെക്സിലേക്ക് വരണം. ഇനിയിപ്പോൾ ഹയസ്റ്റ് ഇൻഡെക്സിലല്ല ഉള്ളത് എങ്കിൽ ഇപ്പോൾ 1ഉം 2ഉം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സും സെക്കൻഡ് ഇൻഡെക്സും, ഫസ്റ്റ് ഇൻഡെക്സിൽ 10ഉം സെക്കൻഡ് ഇൻഡെക്സിൽ 2 ആണെങ്കിൽ അതിലെ വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത്? ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ ആണ് വലുത്. പക്ഷെ അത് ഏതിലായിരിക്കണം ഉണ്ടാവേണ്ടത്? ആ രണ്ട് ഇൻഡെക്സിൽ ഏതാണോ ഹയസ്റ്റ് ഇൻഡെക്സ് ആ ഇൻഡെക്സിലായിരിക്കണം ആ ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഒരു സ്വാപ്പിംഗ് ആവശ്യം വരും. സോ അങ്ങനെ ഓരോ കോൺസിക്വൻ്റ് ആയിട്ടുള്ള രണ്ട് അഡ്ജസൻ്റ് മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇനി അതിൽ ഏതെങ്കിലും രീതിയിൽ ഔട്ട് ഓഫ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്വാപ്പ് ചെയ്യും. ഇനി ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഏതുവരെ? അതിലെ എല്ലാ എലമെൻസും സ്വാപ്പായിട്ട് അത് അതിൻ്റെ പെർട്ടിക്കുലർ ഓർഡറിൽ തന്നെ വരുന്നത് വരെ. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ആ അറേയുടെ ഏറ്റവും ഹയസ്റ്റ് ഇൻഡെക്സിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, now we will see an example. We have an array with 6 elements: 25, 16, 73, 8, 32 and 6. For better understanding, we have arranged it in a vertical order. So the highest index will be at the
highest part. Okay, so it is just like bubble, right? So a of 0, a of 1, a of 2, we have arranged in a vertical manner. So we will compare the adjacent location. So a of 0 and a of 1, so we will compare. So from that, what we can see, the 25 is greater than 16, so we need a swap, right? So we will swap and the result will be like 16, 25. So here we have swapped these two. Then again we will move. Then we will compare a of 1 and a of 2. So here 25 and 73. Here 73 is the highest one and it is at the highest index part. So there is no need of any swapping. Then it will increase the index value. So we will compare then 73 and 80. So here 73 is the bottom part. So we need to swap because 73 is greater than 8. So 8 is at the third index. So we have to swap it. Then the result will be like this. Then again we will move further. So the 73 and 32. Here also we need to swap, right? Because 73 is greater than 32. So we need to swap. So the result will be like 73, 32. Again we will move further. So 73, 10. Okay, so here 73 at the a of 4 and 10 is a of 5. So which one will come first? A of 5. So we have to interchange the values. So the result will be like 73, 10. Here the largest value has come at the topmost part. Okay, and this is the pass 1. This is pass 1. Okay, and in each pass we are moving at least one value to the topmost. Okay, we are sorting at least one value in each pass. Okay, so in the next pass again we will compare. So 73 at the topmost part and we does not need to compare further. So it is in a it's already sorted, right? So next again we will compare 16 and 25. So it is at the proper place, so there is no need of any swapping. Then we will move further. So 25 and 8. Okay, 25 and 8 means 25 is in index 1 and 8 is in index 2. So we need to swap, right? So 25 is greater than 8, so we swap these elements. So 25, 8. Then again we go further. Then 25, 32. So there is no need of any comparison because 32 is greater than 25 and 3 is greater than 2. Okay, then it move further. Then as it progress, in each time the index value will increase. So 32, 10. 32 and 10 means 32 is greater than 10. But the index value, see, it is a of 4 and this is a of 3. So we need to swap these elements. So 32, 10. Okay, so in this pass, in the second pass, we have placed 32 at the proper place. ഓക്കെ, അതായത് നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു? ഫസ്റ്റിൽ ആദ്യത്തെ രണ്ട് ഇൻഡെക്സ് നമ്മൾ കമ്പയർ ചെയ്തു. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തു. അതിൽ ഏതാണോ വലുത് അത് ആ ഇൻഡെക്സിൽ ഏറ്റവും വലുതിൽ തന്നെയാണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ എലമെൻറ്റും തൊട്ടടുത്ത എലമെൻറ്റും, അതായത് ഇപ്പം ആദ്യം ഫസ്റ്റും സെക്കൻഡും എലമെൻറ്റാണ് കമ്പയർ ചെയ്തെങ്കിൽ നെക്സ്റ്റിൽ എന്ത് ചെയ്യും? സെക്കൻഡും തേർഡും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ അതും വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും, അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ. അതുപോലെ തന്നെ എന്താ 25ഉം 8ഉം നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ 25 ഗ്രേറ്റർ ദാൻ 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെപ്പോഴും ഒരു ബബിൾ, നമ്മൾ പറഞ്ഞു ബബിൾ മേലോട്ട് പോകുന്തോറും അതിൻ്റെ റേഡിയസ് കൂടി വരികയാണ്, അതിൻ്റെ സൈസ് കൂടി വരികയാണ്. അതുപോലെ തന്നെ ഇതിലെ വാല്യൂസും മേഖലയിലേക്ക് വരുന്തോറും എന്താ, അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് 8 ആണ് മേലെയുള്ളത്. ഡെഫിനറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
25നെ മേലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ തമ്മിൽ സ്വാപ്പ് ചെയ്യാം, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതും അടുത്ത എലമെൻറ്റും അടുത്ത ഇൻഡെക്സ് വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്തു, കണ്ടൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പോൾ എന്താ 32ഉം 25 ആണ്. അതതിൻ്റെ പ്രോപ്പർ പ്ലേസ് തന്നെയാണ്. അതുകൊണ്ട് എന്താ സ്വാപ്പ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, 10ഉം 32ഉം തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പോൾ എന്ത് മനസ്സിലായി, 10നേക്കാളും വലുതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ സ്വാപ്പ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി നമുക്ക് 2 ലിസ്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ. മേലത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സോർട്ടഡ് ലിസ്റ്റാണ്. താഴത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് അൺസോർട്ടഡ് ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തേൽ എത്ര കമ്പാരിസൺ ആണ് ചെയ്തത്, 6 സൈസാണ് ഉള്ളത്, അതിൽ 5 കമ്പാരിസൺ ആണ് ചെയ്തത്. ഇതിൽ നമ്മൾ 4 കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാസ് കഴിയുന്തോറും അതിലെ കമ്പാരിസൻ്റെ എണ്ണം ഓരോന്ന് വെച്ചിട്ട് കുറയുന്നുണ്ട്. കാരണം എന്താ, നമ്മളൊന്ന് ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇനി അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, സോ ആദ്യം 73 വെച്ചു, അതിനുശേഷം നമ്മൾ ഇനി 5 എലമെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ആ 5 എലമെൻറ്റിനെയാണ് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 5 എണ്ണത്തിൽ 5 - 1 എത്ര കമ്പാരിസൺ മാത്രമാണ് നടക്കുന്നത്, എത്ര ഇതാണ് നടക്കുന്നത്, 4. ഓക്കെ, നെക്സ്റ്റ് now 16 and 8. So we have to swap these elements. So we swapped and then we check second and third element, that is 16 and 25, and these 2 elements are at the proper place, so we don't need to swap it. Okay, so then we will check 25 and 10. Here 10 is less than 25, so we need to move, we need to swap 10 and 25 so that we can place 25 the proper place. So we get 73, 32, 25, 10, 16 and 18. Here the pass is 3. We have compared only 3. The number of comparisons means it is equal to 3. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ എത്രണ്ണേ ചെയ്യുന്നുള്ളൂ, 4 എലമെൻറ്റേ ഉള്ളൂ ബാക്കി. ആ അൺസോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റിലെ 4 എലമെൻറ്റിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എത്ര കമ്പാരിസൺ മാത്രമേ നടക്കുള്ളൂ, 3 കമ്പാരിസൺ മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ ഫസ്റ്റും സെക്കൻഡും നോക്കി, സെക്കൻഡും തേർഡും നോക്കി, തേർഡും ഫോർത്തും നോക്കി. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് അതിൻ്റെ തേർഡ് ഹയസ്റ്റ് ഏതാണോ ആ തേർഡ് ഹയസ്റ്റിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതിൻ്റെ പ്രോപ്പർ പ്ലേസിൽ നമ്മൾ insert here. Okay, then we have 3 elements left in the unsorted list. So here we compared 8 and 16, so these are at the proper place, so there is no need to swap. Then 16 and 10, 16 and 10 means we have to swap it, right, because 16 is greater than 10. So we swapped 16 and 10 and we place 16 at the proper place. Okay, so now we have 4 elements in the sorted list and 2 elements in the unsorted list. Okay, so here we had 3 elements and we had 2 comparisons. So in the next time we can easily say there is only 2 elements. 2 elements, 8 and 10, then we compare. So after that we can say there is no need of any swapping, then we got the proper elements at the proper place. Okay, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബബിൾ സോർട്ടിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നത്. അതിന് ഓരോന്നിനും ഓരോ പ്രോപ്പറായിട്ടുള്ള എലമെൻസിനെയും പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു, അതിനെ സ്വാപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ ഈ ഒരു അരയ്ക്ക് അറിയില്ല എന്താ അത് സോർട്ടഡ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ ലാസ്റ്റ് വരെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു അര ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 8ഉം 10ഉം തമ്മിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ കമ്പയർ ചെയ്യേണ്ടി വരും, ഓൾദോ ഇറ്റ് ഈസ് ഇൻ എ സോർട്ടഡ് വേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ബബിൾ സോർട്ടിൽ വരുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് പ്രോഗ്രാം. And here we have entered n elements and we read the elements here. Okay, n elements
Then for I is equal to 0, I less than n, I plus plus. Here what we are doing is we are just swapping the elements. Okay, here we are comparing a of j and a of j plus 1. Okay, each time we are comparing and we will swap the elements. Okay, then here we will display the sorted array. Okay, then analysis. The worst case we have big of n square. In the best case we have big of n. Okay, so here worst case means what? We need to compare and we need to swap. And in the case of best case means we have already in a ascending order and we can easily simply check it, but there is no need of any swapping. Okay, so in this case we can say the best case is big of n square and worst case is big of n square and best case is big of n. Okay, then that's all about bubble sort. Thank you.